ഹലോ, അതെ, എവിടെ? സ്ഥലം മനസ്സിലായി. അരുവ വളവിന് 2 കിലോമീറ്റർ അപ്പുറത്ത്. ഞങ്ങളിതേ പുറപ്പെട്ടു. അരുവ വളവാണ്. അപ്പൊ തിരക്കൂട്ടന്നെ പക്ഷേ സംഗതി പോസ്റ്റ്മോർട്ടം കേസാ. കുട്ടി ഒറ്റയ്ക്കാണ്. എങ്ങാടാ? പോലീസ്. ഹൈവേ പെട്രോൾ ആയിരിക്കും. മിനിമം 200 നെറ്റിമ പൊറിക്ക മാഷേ. കേറി വാ മക്കളെ, കേറി വാ. ഇറന്ന് തിന്നണവനെ തുറന്നിരുന്ന ബാക്കിയാ. വണ്ടി നിർത്തണം. എന്താ സാറേ, എന്താ? അപ്പു എവിടാടാ? അപ്പു ദേവരാജ, വേഷം കെട്ട് വേണ്ട. നിന്റെ മാൻ അപ്പു. അവൻ എവിടാന്നാ ചോദിച്ചത്? കേറി നോക്കടോ. സാറേ, എന്റെ മോൻ എന്നാ പറ്റിയെന്നാ പറഞ്ഞേ? അവൻ എവിടെ പോയി? അങ്ങോട്ട് നോക്കടോ. സാർ ഇവിടെയുണ്ട്. സാറേ, അതെന്റെ മോനാ. ഞാൻ അവനെ കൊണ്ടുപോയെങ്കിൽ തന്നെ അതൊരു തട്ടിക്കൊണ്ടുപോക്കല്ല. പക്ഷെ ഇതെനിക്കറിയില്ല. അവൻ വന്ന് കയറി ഞാൻ കണ്ടില്ല. നായിന്റെ മോനെ. അത് നിന്റെ തന്ത. കൈ ജോർജ് വിട്ടല്ലോ. ഇതേ എന്റെ കുടുംബകാര്യ. ഇതിനിടെ കയറി മെഴുകാറുണ്ടല്ലോ. മറ്റേ മോനെ കൊന്നുകളയും ഞാൻ. അവൻ എന്തിനാ വീട്ടിൽ നിന്ന് ഓടിപ്പോന്നു? അവൻ എപ്പോഴാ വണ്ടി വന്ന് കയറി? അറിയില്ല. അവൻ പേടിച്ചോടിയോന്ന ലക്ഷണമുണ്ട്. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നണം. അല്ലെങ്കിൽ നമ്മുടെ അപ്പം അങ്ങനെ ചെയ്യില്ല. എന്താ സംഗതി എന്ന് ചോദിച്ചറിഞ്ഞോ? ഇല്ല. അറിയണം. അത് കണ്ടോ, ആ ഒരു മുറിയിൽ മാത്രമേ വെട്ടുള്ളൂ. അമ്മയും മോനും വെട്ടത്തില്, നമ്മൾ ഇരുട്ടിലും. അത് പോരെ കുട്ടാ. നിന്റെ ഒരു പരിചയക്കാരനുണ്ടല്ലോ, പിശാചിന്റെ വേറൊരുത്തൻ, കാശ് കൊടുത്ത ആളെ കൊല്ലുന്നവൻ. അവനോ? ഉടനെ വേണ്ട. നിൽക്ക കേളിക്ക് അച്ഛൻ്റെ ഒരു ക്ലൂ ഇട്ട് തന്നു എന്ന് മാത്രം മതി. അച്ഛൻ ആരെയും കൊന്നിട്ടില്ല. മുത്തശ്ശനെ കൊന്നത് അച്ഛനല്ല. ഇതൊന്നും നീന്ന് ചെയ്തതിന് എക്സ്ക്യൂസ് അല്ല. അപ്പോ അമ്മ ചെയ്യാൻ പോകുന്നതിന് എന്താ എക്സ്ക്യൂസ്? വേറെ എന്തൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു നിന്നെ? ആര്? നിന്റെ അച്ഛൻ. അച്ഛനല്ല പഠിപ്പിച്ചത്, മുത്തശ്ശിയാണ്. യുവർ മദർ. അമ്മ എന്തു പറഞ്ഞു? മുത്തശ്ശനെ കൊന്നത് രഘുമാമനാണെന്ന്. രഘുമാമനുണ്ട്. അപ്പോ കള്ളം പറയരുത്. വർഷങ്ങളായി അമ്മ സംസാരിച്ചിട്ടില്ല. ആദ്യ മയക്കത്തിൽ സംസാരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മുത്തശ്ശി കരയും. മുത്തശ്ശി തനിയെ സംസാരിക്കുന്നത് ഒരിക്കൽ വല്യമ്മാവൻ കേട്ടു. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ആ ചട്ടനന്ന് മുത്തശ്ശിയെ കൊന്നേനെ. അമ്മ അവരൊന്നും ചെയ്യില്ല. അമ്മ പണക്കാരിയല്ല, പക്ഷെ എന്നെ കൊല്ലും. വേണ്ട. ഞാൻ ആരെയാ വിശ്വസിക്കേണ്ടത് അമ്മേ? എന്താ ചെയ്യേണ്ടത്? എല്ലാവരും തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ അപ്പ പറഞ്ഞത് സത്യമാണോ? ആണോ അമ്മേ? സത്യമാണെങ്കിൽ അമ്മ എങ്ങനെ അതറിഞ്ഞു? മരിക്കുന്നതിന് മുൻപ് അച്ഛൻ വല്ലതും പറഞ്ഞിരുന്നോ? അമ്മേ, എന്റെ എന്നോട് മാത്രം ഇതുവരെ ഒന്നും പറയാഞ്ഞത്? എന്റെ ജീവിതം തകർന്നടിയുന്നത് അമ്മ കാണുന്നില്ലേ? ഞാൻ കൂടുതൽ നാശത്തിലേക്കാണ് നടക്കുന്നത്. രഘു ആണോ അച്ഛനെ? ആണോ അമ്മേ?
ആണോ? എന്താടാ? വല്ലാത്തൊരു കാറ്റേ. ബുദ്ധിയുള്ള കുട്ടിയാണ്. ഹൂ ഈസ് ഹൂ അത് എളുപ്പം മനസ്സിലാക്കുന്ന ആളാണ്. വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നന്ദു ദേവരാജനെ ഉപേക്ഷിക്കുമായിരുന്നു. അപ്പുവിന് ദേവരാജനെ വലിയ ഇഷ്ടമാണ്. അതേ ഇഷ്ടം അമ്മയോടും ഉണ്ട്. നന്ദു നല്ല അമ്മയാണെന്ന് അപ്പുവിനറിയാം. എന്നിട്ടും അമ്മ ദേവരാജനെ പിരിയാണെങ്കിൽ അതിനൊരു കാരണമുണ്ടാവില്ലേ അപ്പു? അതെന്താ അപ്പു ആലോചിക്കാത്തത്? ദേവരാജൻ ഒരു നല്ല അച്ഛനല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അവന്റെ പശ്ചാത്തലം നീ ഓർക്കണം. ഓർഫനേജ്, സെൻട്രൽ ജയിൽ, ഗുണ്ടായിസം, അടിപിടി. ഓക്കെ, ഇപ്പോഴത്തെ ദേവരാജൻ നല്ല ആളായിരിക്കാം. പക്ഷേ അമ്മയില്ലാതെ ഒറ്റയ്ക്ക് അത്ര ഒരാളോടെ താമസിക്കാന്ന് വെച്ചാൽ അതൊരു സേഫാണോ അപ്പു? ദേവരാജന്റെ പഴയ ഏതെങ്കിലും കേസുകൾ പൊങ്ങി വന്നാൽ അവൻ വീണ്ടും ജയിലിലായാൽ നീ എന്ത് ചെയ്യും? മടങ്ങി വന്നാലും നന്ദു നിന്നെ സ്വീകരിക്കും. പക്ഷേ രഘു എതിർത്താൽ നന്ദുവിന് ഒരിക്കലും നിന്നെ രക്ഷിക്കാനാവില്ല. രഘുമാമൻ എന്നെ കൊന്നാലോ? അപ്പു, രഘുമാമൻ എന്നെ കൊല്ലും ഉറപ്പാ. അമ്മ രക്ഷിക്കൂ എന്നെ? അതോ ഞാനൊന്ന് ഫോൺ ചെയ്താലുടൻ ഫാദർ ഓടി വന്ന് എന്നെ രക്ഷിക്കോ? അപ്പോ ഭ്രാന്ത് പറയാതെ. അച്ഛൻ കേട്ടില്ലേ? ഇതാണിവൻ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു ഉപദേശവും തരാനില്ലേ അച്ഛന്? രഘുമാമനെ കല്യാണം കഴിക്കേണ്ട എന്നൊരു ഉപദേശം തന്നാ അമ്മ അതനുസരിക്കോ? അപ്പു മതി, ഇങ്ങി വന്നേ പറയട്ടെ. വേണ്ട, എന്നെ രക്ഷിക്കാൻ ഫാദറെങ്കിലും ഉണ്ടാവും ഞാൻ കരുതിയത്. ഞാൻ അത്ര സീരിയസ് ആയി ഫോണിലൂടെ പറഞ്ഞൊന്നും ഫാദർ വിശ്വസിച്ചില്ലല്ലോ. അപ്പു 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 വിളിച്ചിരുന്നോ? അവനങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കും. ഇന്നലെ വിളിച്ചിരുന്നോ? വിളിച്ചെന്നേ, ചുമ്മാ. വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ. നന്ദു, ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾ, പ്രത്യേകിച്ച് അപ്പുവിനെ പോലെ ലേശം മദർ അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികൾ, അമ്മയ്ക്കും തനിക്കുമിടയിൽ മറ്റൊരു പുരുഷനെ അംഗീകരിക്കില്ല. ചില കുഞ്ഞുങ്ങള് സ്വന്തം അച്ഛനെ പോലും അംഗീകരിക്കില്ല. പക്ഷെ അപ്പുവിന് ദേവരാജനെ വലിയ ഇഷ്ടമാ. എന്നാൽ രഘു അതൊരു പ്രശ്നം തന്നെയാ. ആ അനിഷ്ടം നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. നന്ദു ഏതായാലും പുനർവിവാഹത്തിന് തീരുമാനിച്ചു. അതിന്റെ തെറ്റും ശരിയും വിവേചിക്കാൻ ഞാൻ ആളല്ല. തന്നെയുമല്ല, ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് നന്ദു എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചതുമില്ല. അല്ല, അങ്ങനെ ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും തീരുമാനിച്ചു. ഇനി അതിന്റെ സുഗമമായ നടത്തിപ്പാണ് നമുക്ക് ആവശ്യം. അപ്പുവിന്റെ റിവോൾട്ടിംഗ് ആറ്റിറ്റ്യൂഡ് നന്ദുവിന് ഒരു നിത്യ തലവേദനയായിരിക്കും. അവന്റെ പ്രതിഷേധം ഇല്ലാതാക്കാൻ ഒരു വഴിയുണ്ട്. ദേവരാജനെ പരിപൂർണമായും അപ്പുവിൽ നിന്നും അകറ്റുക. അത് സാധിക്കില്ല. സാധിച്ചല്ലേ പറ്റൂ. ആ കാര്യം ഞാൻ ഏറ്റു.
അപ്പുവിന്റെ ഫോൺ വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. പോട്ടെ നന്ദു, ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ചണ്ടിപ്പണ്ടാരൊക്കെ കെട്ടിപ്പെറുക്കാൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നേ. ദേവരാജന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് സ്ഥലം വിടണം. എങ്ങോട്ട്? തൽക്കാലം എന്റെ ഓർഫനേജിലേക്ക്, അവിടുന്ന് പിന്നെ എങ്ങോട്ടെങ്കിലും. ഏതായാലും നന്ദു ഇനി അവനെ കാണില്ല ഒരിക്കലും. നാട് വിട്ടു പോണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനാ പറഞ്ഞത്. തൽക്കാലം അപ്പു ഇതൊന്നും അറിയണ്ട. രാജേട്ടനെ കാണാതെ വരുമ്പോ അവ സംശയിക്കില്ലേ? എന്ത് സംശയിക്കാൻ, എവിടെയോ പോയി. കുറച്ചു കാലത്തേക്കൊരു വിഷമം കാണും. പിന്നെ പിന്നെ അവൻ ദേവരാജനെ മറക്കും. അത് വലിയ കാര്യമൊന്നുമല്ല നന്ദു. നന്ദുവിന് നല്ലതേ വരും. ഞാൻ പ്രാർത്ഥിക്കാം. വരട്ടെ. നമ്മുടെ പോക്ക് ഒരു പോക്കല്ല മോനെ, വെറും ടെമ്പററി. ചെറിയൊരു വിരഹം, അത് സ്നേഹം വർദ്ധിപ്പിക്കും. നീ ഇവിടുന്ന് പോയാൽ നന്ദുവിന് വിവാഹം നടക്കില്ല. നിന്റെ സാന്നിധ്യം ഇല്ലാതായാൽ രഘുവിനെ കുറിച്ചുള്ള അവളുടെ ഭയം ഇരട്ടിക്കും. നന്ദുവിന് യഥാർത്ഥത്തിൽ രഘുവിനെ ഇഷ്ടമായിരുന്നെങ്കിൽ അവർ വിവാഹം എന്നെ നടന്നേനെ ദേവരാജ. നീ അകത്ത് കിടന്ന കാലത്ത് അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയാമായിരുന്നു. പക്ഷെ നന്ദു അടുപ്പിച്ചില്ല. കാര്യങ്ങളൊക്കെ എന്റെ കണക്കുകൂട്ടൽ പോലെ നടന്നാൽ അവൾ വീണ്ടും നിന്റേതാകും. വെപ്രാളം വേണ്ട, കാലക്രമത്തിൽ മതി. എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാകത്തില്ല. എടാ, കുരുട്ടുബുദ്ധിക്ക് ഡോക്ടറേറ്റ് എടുത്ത കാട്ടൂക്കാരൻ അന്തോണിയാണ് എന്റെ തന്ത. ആ റേഞ്ചിൽ അച്ചറായി കുഞ്ഞിരാമന് വരില്ല മോനെ. മോൻ പോ. ഒരു സാധാരണ വിശ്വാസിക്ക് വട്ട് വന്ന ഗുളി കൊടുക്കാം. ഇതിപ്പോ കത്തനാർക്കാ പിരിപോയത്. എടാ പോടാ. നീ എന്താ രാവിലെ വരാന്ന് പറഞ്ഞിട്ട്? അച്ചു, യാതൊരു ഉറപ്പും ഗ്യാരണ്ടി ഇല്ലാത്തൊരു യാത്ര പോവാ ഞാൻ. നീ പ്രാരാബ്ധക്കാരനാ, ഒരു കുടുംബം നടത്താൻ ചുമതലപ്പെട്ടവനാ. ഇനി എന്റെ കൂട്ട് നിനക്ക് ശരിയാകാൻ. ഇത് വെച്ചോ, എന്തെങ്കിലും ഒന്ന് ആകുന്നവരൊന്ന് പിടിച്ചേക്കാനാ. എടാ, ഇത് നിന്റെ കാശ് തന്നെടാ. നീ കത്തനാരും കൂടെ ആ ജമിനിയുടെ മാനേരെ പറ്റിച്ചുണ്ടാക്കിയ കാശ്. എനിക്കൊരു ഗതി ഉണ്ടാകുമ്പോൾ നിന്നെ വിളിക്കാം. ചെല്ലു. ആശാനെ കാണണമെങ്കിൽ എന്നെ വിളിക്കണ്ട, മനസ്സിൽ വിചാരിച്ചാൽ മതി. ഈ അച്ഛൻ അവിടെ ഉണ്ടാവും. പിടിക്കവനെ.
മറിച്ചോ എന്തുവാടാ? നമ്മളിവിടെ എത്താൻ 2 മണിക്കൂർ വൈകിന്ന് വെക്കാം. വെച്ചു. കാശ് കിട്ടിയില്ല എന്ന് വെക്കാം. ആ ജമിനിയെ പറ്റിക്കാൻ പറ്റില്ല എന്ന് കൂടി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഉച്ചയൂണ് എങ്ങനെ നടക്കും? മോനെ ദേവരാജോ, 24 കൊല്ലമായിട്ട് ഇവിടെ ഊണ് മുടങ്ങിയിട്ടില്ല. പത്തായത്തി സ്റ്റോക്ക് ഉണ്ടായിട്ടല്ല, ഒടേതമ്പുരാന്റെ കലവറയിൽ ഇഷ്ടം പോലെ അരിയും ഗോതമ്പും ഉണ്ട്. നീ പാട്ടും മൂത്തും തുടങ്ങിയപ്പോഴേ എനിക്ക് നെഞ്ചിടിക്കാൻ തുടങ്ങി. അടുപ്പേ വെള്ളം തിളയ്ക്കാന്ന് എനിക്കറിയാം. ഇന്ന് വെള്ളിയാഴ്ചയാ. ഇന്നലത്തെ അത്താഴത്തോടെ അരിയുടെ സ്റ്റോക്ക് തീർന്നു. ആ കണക്ക് മാത്രം എനിക്ക് നല്ല ഓർമ്മയാ. ഡേയ്, ആ പാത്രങ്ങളെ വെയ്യടാ. അവസരപ്പ്, നീ എന്നാ പண்றേ? എന്നാ ഒരു കട്ടറുണ്ടിക്ക്. ആഹാ, അപ്പു നല്ല ഉറക്കമാണല്ലോ. പിന്നെ എടാ വേ, ഇവിടെ അടുത്ത് പള്ളി വക ഒരു സ്കൂളുണ്ട്. സിലബസ് എല്ലാം CBSE തന്നെ, പക്ഷേ നിലവാരം പോരാ. നിലവാരം എന്തായാലും കുഴപ്പമില്ല. എനിക്ക് ഉടനെ ഒരു ജോലി കിട്ടണം. ഇവിടുത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്തിനും ഞാൻ റെഡി, പക്ഷെ കാശ് കിട്ടണം. ഞാൻ അതല്ല ആലോചിക്കുന്നത്. രഘുവിനെ സംബന്ധിച്ച് ഒരു മർഡർ വിറ്റ്നസ് ആണ് അപ്പു. അവൻ ചെയ്ത കൊലയുടെ ഏക സാക്ഷി. രഘു തേടി വന്നാലോ? വരില്ല. എന്നാ ഉറപ്പ്? പണത്തിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യില്ലെന്ന് അവനറിയാം. പക്ഷെ അപ്പൂനെ തൊട്ട് കളിച്ചാൽ കളി മാറും, അതും അവനറിയാം. പോയവരെ ആ വഴി പോട്ടെ, അവരെ ഫോളോ ചെയ്ത് പൊല്ലാപ്പുണ്ടാക്കാൻ മാത്രം വിട്ടിയല്ല രഘു. പക്ഷെ ബേസിക്കലി ഭീരുവാണ്. തന്നെയുമല്ല, നന്ദു അവിടെ നിൽക്കുന്നു. അവളെ തനിച്ച് കിട്ടുന്നതല്ലേ അവന് ലാഭം. അല്ല, കിട്ടിയാൽ ലാഭമാണ്, പക്ഷെ കിട്ടുവോ? വറീച്ചൻ അന്ന് പറഞ്ഞപ്പോ ഞാനത് അത്ര വിശ്വസിച്ചില്ല. പക്ഷെ ഇന്നെനിക്ക് ഉറപ്പാ, നന്ദുവിനെ അവന് കിട്ടുകയില്ല ഒരു കാലത്തും. അല്ലെങ്കിലും കൊലച്ചതിയിൽ എന്റെ ഇറക്കം ചെയ്തത് ശരിക്കും പേടി തട്ടി കാണും. സ്വന്തം തള്ള ചത്ത് കിടക്കുന്ന ആ പെണ്ണ് നേരിട്ട് കാണുകയല്ലേ? പക്ഷേ അതൊരു കൊലപാതകമായിട്ടൊന്നും ആരും സംശയിക്കില്ല. വർഷങ്ങളായിട്ട് വായു വലിച്ചു കിടന്ന ഒരു തള്ള ചത്തു, സ്വാഭാവികം. നിന്ന നിലയിൽ നന്ദു രഘുവിനെതിരായിട്ട് തിരിയൊന്നുമില്ല. പക്ഷേ വറീച്ചൻ പറഞ്ഞതുപോലെ അപ്പു വെച്ചുകൊടുത്ത പാരയുടെ മുള പതുക്കെ പൊട്ടും. കറക്റ്റ്. സംശയം, ഭയം അത് വളരും. വിത്തിൻ 1 ഇയർ രഘു പുറത്താവുന്നത് ഉറപ്പാ. ചട്ടനും അതോഗതി. ഉണ്ടായിരുന്ന പോലീസ് പണിയും കളഞ്ഞു കുളിച്ച് ഇത്രയും കാലം മുതലാളി കളിച്ച് നടന്നു. ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അവൻ നന്ദുവിനെ അപായപ്പെടുത്തിയാലോ? ഇല്ല, അവനൊന്നും ചെയ്യില്ല. അപ്പും ദേവരാജനും മിസ്സിംഗ് ആണെന്നേ ഉള്ളൂ, ചത്തിട്ടില്ല. നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും തന്റെ മോനും ചാടി വീഴുമെന്ന് അവനറിയാം. അവൻ അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ. ഞങ്ങള് കാണാൻ പറയത്ത, പക്ഷെ ഞങ്ങൾക്ക് രഘുവിനെ കാണാം. നീ ഇവിടെ കാണുമെന്ന് രഘു ഊഹിച്ചാലോ? ഒരു സിമ്പിൾ ലോജിക്. അത് ഞങ്ങളിവിടെ ഇല്ലല്ലോ. നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. നന്ദു രഘുവിനെ സംശയിച്ച് ഭയന്ന് ഉടക്കി അടിച്ച് പിരിഞ്ഞു വരാൻ മിനിമം 6 months to 1 year എടുക്കും. അതിനുള്ളിൽ ഞങ്ങൾ ഇവിടെ സ്ഥലം വിടും. ദിസ് ഈസ് ഓൺലി എ ടെമ്പററി സെറ്റിൽമെന്റ് പറയിച്ച. അല്ല, നീ എങ്ങോട്ടാ പോകുന്നേ? സ്ഥാനമൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് ഈ പ്രദേശത്ത് നിന്ന് കിട്ടുന്ന ചിക്കിലിയുടെ ബലം പോലെ ഇരിക്കും. ഒരു പുരോഹിതൻ എത്ര ശ്രമിച്ചാലും ഒരു പക്കാ ക്രിമിനലിന്റെ ലെവലിലേക്ക് ഉയരാൻ പറ്റില്ല പറയിച്ച. എന്നാലും വെറുതെ ശ്രമിച്ച് സമയം കളയണ്ട. ഞാൻ ഈ പാണ്ടിക്കാരന്റെ മില്ലൊരു പണി കിട്ടുമോ നോക്കട്ടെ. ശരി ശരി. Saturday, sharp 10 a.m. Damn punctual bastard. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ എം ദേവരാജൻ. Can I meet your MD ആ please? ക്രെയിൻ ലോറിയിൽ വന്ന ആളാണോ? അതെ. Good morning. വരൂ, MD വെയിറ്റ് ചെയ്യണം. Welcome. I am Williams. Good morning to you, Mr. No. ആ പേര് ഞാൻ വിളിക്കില്ല. I know. It's a nickname. See, ഇനി അങ്ങോട്ട് we are friends. So, ഒരു വട്ടപ്പേര് വേണ്ട. By the way, what's your real name? ശരിയായ പേര് അത് തന്നെ. Hey, I don't believe. അത് തന്നെയാണ് സാർ. ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. Central Jail. Sit down, please. I'm sorry, sir. I appreciate your punctuality. സമയത്തിന്റെ വില അറിയാവുന്നയാൾ, ആയുസ് കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്നയാൾ. I am a little nervous. സത്യം പറയാമല്ലോ, this is the first time in my whole life
I am talking to a hired killer. വാടക കൊലയാളി. പണം I will not bargain. But ആള് വിശ്വസ്തനായിരുന്നു. അത് മാത്രമേ ഞാൻ അവനോട് ആവശ്യപ്പെട്ടുള്ളൂ. He chose the right man. Dracula, the prince of darkness. അന്ധകാരത്തിന്റെ രാജകുമാരൻ. എനിക്ക് തന്റെ ഈ അറ്റയർ ഇഷ്ടപ്പെട്ടു. Can I fix a drink? എനിക്കും വേണം ഒരു വിറ്റലൈസർ. കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങണമെങ്കിൽ 2 അടിക്കണോളൂ. താങ്ക് യു സർ. സാറ് പറഞ്ഞ സമയത്ത് ഞാൻ വന്നു, കണ്ടു, പരിചയപ്പെട്ടു. ഐ എം സാറ്റിസ്ഫൈഡ്. ബാക്കി ഡീറ്റെയിൽസ് നാളെ സംസാരിച്ചാലോ? Why? ബിക്കോസ് യു ആർ അപ്സെറ്റ്. ടേക്ക് റെസ്റ്റ്. നാളെ നമ്മൾ വീണ്ടും കാണുമ്പോഴേക്കും നമ്മൾ പരിചയക്കാരായിട്ടുണ്ടാവും. അപ്പൊ ഈ വെപ്രാളമൊക്കെ മാറും. Oh, okay. Time? 10 AM. Where do you stay? None of your business.